വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം 1 ശമൂവേൽ 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാർ 4 അധ്യായം 8 വാക്യം. ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം. നഫ്താലി ഗോത്രത്തിൽപ്പെട്ട കേദശിലെ അബീനോവാമിൻ്റെ മകനായിരുന്നു ബാരാക്ക്. ഇടിമിന്നൽ എന്നതാണ് ഈ പേരിൻ്റെ അർത്ഥം. പ്രവാചകയും ന്യായാധിപയുമായിരുന്ന ദബോറായുടെ സഹായിയായിരുന്നു ബാരാക്ക്. 20 സംവത്സരം കനാന്യ രാജാവായ യാബീൻ ഇസ്രായേലിനെ കഠിനമായി പീഡിപ്പിച്ചു. ആ സമയത്താണ് യഹോവ ദബോറായെ ന്യായാധിപയായി എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ ദബോറ ബാരാക്കിനെ ഇസ്രായേലിനു നേതൃത്വം നൽകുവാൻ ഏൽപ്പിച്ചുകൊണ്ട് കനാന്യരുടെ പക്കൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുന്നു. അവരുടെ ഒത്തൊരുമയോടു കൂടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി 40 വർഷം ഇസ്രായേൽ ജനത സ്വസ്ഥതയോടെ ജീവിച്ചു എന്ന് കാണുന്നു. ഇന്ന് നമ്മൾ ബാരാക്കിനെ കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട്, കനാന്യരെ തോൽപ്പിക്കുവാൻ സഹായിയായി കൂടുന്ന ബാരാക്ക്. കഴിവുള്ള വ്യക്തികളെ സഹപ്രവർത്തകരായി തിരഞ്ഞെടുക്കുന്നതും ശരിയായ രീതിയിൽ അവർക്ക് ഉത്തരവാദിത്വങ്ങളെ പങ്കുവെക്കുന്നതും ഒരു ഉത്തമനായ നേതാവിൻ്റെ യോഗ്യതയാണ്. ഇവിടെ ദബോറ അത് ഭംഗിയായി നിറവേറ്റുന്നു. ബാരാക്കിനെ കേദശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ചു ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നു. എന്നാൽ ന്യായാധിപന്മാർ 4 അധ്യായം 6 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലൂൻ്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക എന്ന് ദബോറ ബാരാക്കിനോട് പറയുന്നുണ്ട്. തൻ്റെ ശുശ്രൂഷയിൽ ഒരു സഹായിയുടെ സ്ഥാനമായിരുന്നു ബാരാക്കിന് ഉള്ളത്. എന്നാലും അത് ഏറ്റെടുക്കുന്ന ഒരു ബാരാക്കിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട്, അധൈര്യവാനെ ധൈര്യനാക്കുന്ന സാന്നിധ്യം. 2 തരത്തിലാണ് ഇവിടെ ബാരാക്ക് ധൈര്യപ്പെടുന്നത്: ദബോറായുടെ സാന്നിധ്യത്തിലൂടെയും ദൈവിക ശബ്ദത്തിലൂടെയും. 900 ഇരുമ്പ് രഥങ്ങളുമായി യുദ്ധത്തിന് വരുന്ന യാബീൻ്റെ സൈന്യാധിപനായ സീസരയെ നേരിടുവാൻ ബാരാക്കിന് അധൈര്യം തോന്നി. എന്നാൽ ദൈവം സീസരയെ ബാരാക്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ദബോറ ഉറപ്പ് കൊടുത്തിട്ടും ദബോറ കൂടെ ചെല്ലണമെന്ന് ബാരാക്ക് ആവശ്യപ്പെടുന്നു. അങ്ങനെ ദബോറ ബാരാക്കിനോടൊപ്പം പോകുന്നു. തുടർന്ന്, യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന വാക്കുകൾ ബാരാക്കിനെ ധൈര്യവാനാക്കി. ആ യഹോവയിൽ ആശ്രയിച്ച് വിജയം വരിക്കുവാൻ ബാരാക്കിന് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന പല പ്രതിസന്ധികൾ ഉണ്ടല്ലോ. അവ നമ്മെ ചിലപ്പോൾ അധൈര്യപ്പെടുത്തുന്നതും ആയിരിക്കാം. അപ്പോഴൊക്കെയും ഓർക്കുക, എന്നോട് കൂടെ യഹോവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന്. എൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഏത് പ്രശ്നത്തിനു മുമ്പിലും നീ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വലിയ പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.